താണ്ട് വരുന്ന കമ്പ് കൊണ്ട് ഓടുന്നു വണ്ടി അടിച്ചു പൊട്ടിക്കാൻ. ഈ വീഡിയോ കണ്ടില്ലേ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും ചേർന്നാണ് ഈ മറ്റുള്ള വണ്ടിക്കാരോടുള്ള ഒരു ദ്രോഹം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലാത്ത കാലം മുതലേ ഈ സംഭവങ്ങൾ അവിടെ ശരിക്കും ഉണ്ടായിരുന്നു. അന്നും കുറേ പേർക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. കാരണം അവിടെ മൂന്നാറിൽ അറിയാലോ, അവിടെ ഒന്നാമതിന് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഒരാളൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് നീക്കിയിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കടക്കാർ വന്ന് നമ്മുടെ എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, അവർ ചൂടാവും. അതേപോലെ തന്നെയാണ് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും എല്ലാവരും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെങ്കിൽ മൂന്നാറിലേക്കുള്ള ഒരു ടൂറിസം, അത് ഈ വണ്ടിക്കാർ നമ്മളിനി ചെന്ന് കഴിഞ്ഞാൽ ഇനിയും ഇതേപോലത്തെ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ മൂന്നാർക്കുള്ള ഒരു പ്രവേശനം അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. മനസ്സിലായില്ല? ഒരു വണ്ടിക്കാർ ഓട്ടം വിളിച്ചാൽ പോരുത്. മൂന്നാറിലെ ആളുകൾ ജീവിക്കുന്നത് നമ്മുടെ ടൂറിസ്റ്റുകളുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണത് മൂന്നാർ. അവിടെ വ്യവസായങ്ങളൊന്നും പറഞ്ഞ സംഭവമൊന്നുമില്ല, പിന്നെ തേയില മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ മറ്റുള്ള ടൂറിസ്റ്റുകളിൽ അവിടെ കൊണ്ടുപോയി ചിലവാക്കുന്ന കാശും കൊണ്ടാണ് അവിടെയുള്ള ടാക്സി ഡ്രൈവർമാരാണെങ്കിലും അവിടുത്തെ കടക്കാരാണെങ്കിലും എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിലല്ല, കുറച്ച് നാളത്തേക്കാണ് നിർത്തി വയ്ക്കുക. അവർ ഒരാഴ്ചത്തേക്ക് ഒരു വണ്ടികളാണ് കയറി പോരുത്. അപ്പോൾ ഇവർ അതിൻ്റെ രീതിയിലാണ് പഠിച്ചോളും. പിന്നെ ഈ ചെയ്തവർ ആരാണെങ്കിലും അവർക്ക് എതിരായിട്ടുള്ള നിയമ നടപടികൾ ദൈവത്തോർത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഒരു അപേക്ഷയാണ്. കാരണം മറ്റുള്ള ഡ്രൈവർമാർക്കാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിനെ പോകുള്ളൂ. ഇവന്മാർ എന്തെങ്കിലും ചെയ്തിട്ട് ഇവന്മാർ കാട് കയറി പോകും. അപ്പോൾ അത് ദൈവത്തോർത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി താട്ടെ.